അശ്വതി ഹായ്. മേക്കപ്പ് എങ്ങനെയാണെടാ? വളരെ എൻ്റെ സ്കിൻ ടോണുള്ള ഒരു മിനിമൽ ലുക്ക് മതി. ബേസിക് നമുക്ക് 2 ലുക്ക് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് പോകാം അല്ലേ? ടെമ്പിൾ ലുക്ക്, നല്ല കസവ് പാവാടയും ധാവണി പോലത്തെ അല്ലേ? അങ്ങനെ ചെയ്യാം അല്ലേ? ഉണ്ടാ കോർണറിലോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അശ്വതിൻ്റെ പുറത്ത് മുകളിലോട്ടേക്ക് എന്നെ നോക്കിയടാ. പിന്നെ ഈ ലെൻസ് വെക്കുന്നത് പേടിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോഴും. പക്ഷേ ഒത്തിരി ഒന്നും ടെൻഷൻ അടിക്കാനില്ല. അശ്വതിക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് കോഴിക്കോടാണ് ഉള്ളത്. ഏകദേശം ഒരു 2 മണിക്ക് ഞങ്ങൾ മേക്കപ്പ് തുടങ്ങി കേട്ടോ. കാരണം ആളുടെ ടെമ്പിൾ ലുക്ക് നമുക്ക് രാവിലെ ലുക്ക് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ സിമ്പിളായിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ സ്കിൻ പ്രിപ്പറേഷൻ ആദ്യമേ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ണിൽ കൺസീൽ ചെയ്തുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഐ മേക്കപ്പ് വളരെ സെർട്ടിലായിട്ട് ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് കണ്ണ് നല്ലോണം എഴുതിൻ്റെ വൃത്തിയാവും പറയും. മുഖത്തുണ്ട കണ്ണായതുകൊണ്ട് കണ്ണ് നല്ലോണം എഴുതാൻ. ഐ മേക്കപ്പും ഇത്തിരി നന്നായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതില് വലിയ ഹെവി ആവുന്നില്ല. ഓഡിറ്റോറിയത്തിലേക്ക് ഉള്ളതിന് കുഴപ്പമില്ല ചെയ്യും. അത് നല്ല കണ്ണ് നല്ല പിടിക്കുക. ഐ മേക്കപ്പിലാട്ടോ നമ്മൾ മേക്കപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അശ്വതിക്ക് ഐ മേക്കപ്പ് ഇത്തിരി സെർട്ടിലായിട്ട് ഫസ്റ്റ് ലുക്കിൽ മതി, സെക്കൻഡ് ലുക്കിൽ ഇത്തിരി ഹെവി ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. സോ കോപ്പർ മിക്സിംഗ് ഒക്കെയുള്ള ധാവണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഗോൾഡൻ കോപ്പർ ആ ഒരു കളേഴ്സൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അശ്വതിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഈ ഇരിക്കുന്ന ചെറിയ ആളൊന്നും അല്ല കേട്ടോ, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കൂടുതലും ഈ റിസർച്ചിനെ കുറിച്ചുള്ള ടോക്കൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അശ്വതിയുടെ സ്മൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു പോള പോലും കണ്ണടയ്ക്കാതെയാണ് ആളവിടെ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അവർക്കൊരു 1 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ഫ്രഷപ്പായി 1:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു നമ്മുടെ റൂമിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാനും 1:30 ഒക്കെ ആയപ്പോൾ ആണ് ഫ്രഷപ്പാകാൻ നോക്കിയതും 2 മണിക്ക് അവർ വന്നു. അപ്പോൾ ശരിക്കും ആൾ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ടും നല്ല പ്ലസൻ്റ് ആയിട്ടാണ് ആൾ ഇരുന്നത്. അടിപൊളി. ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നവരെ കാണാമെന്ന് ഓർത്തിരിക്കുന്നു. ബോറടിക്കില്ലേ? ബോറടിക്കില്ല, പക്ഷെ നമ്മളെ മറ്റുള്ളവർക്ക് ബോറടിക്കല്ലേ? പരീക്ഷണം നടത്തുന്ന അധികം അനിമൽ മോഡൽസ്. അപ്പൊ പരീക്ഷണം ചെയ്യുന്നത് എന്തൊക്കെയാ കണ്ടുപിടിച്ച? 2 ഭയങ്കര അങ്ങനല്ല, തീസിസിനുള്ള സാധനം. പൊതുവേ പറയാം, നമ്മൾ ഇന്ത്യക്കാരിൽ മെയിൻലി സ്ട്രോക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കുറയുന്ന ഒന്നുകൊണ്ടാണ്. അതൊരു റീസൺ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, പൊതുവേ അവർ പറയുന്നതാണ്. പ്ലസ് ഞങ്ങളും അതിൽ തന്നെയാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത്. അപ്പം നല്ലോണം ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് B6, B12, ഫോളേറ്റ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ വരാനുള്ള സാധ്യത കുറവാന്നാ പറയാ. വലിയ വ്യത്യാസമില്ല. ഇത് ഗോൾഡൻ ആണ്, ഇത് കോപ്പർ ആണ്. നിങ്ങൾക്ക് ഇതിലേതാ നന്നാവുക? എനിക്ക് ഗോൾഡൻ കുറച്ചുകൂടെ രസം ഉണ്ടാവും. കാരണം കുറച്ചെങ്കിലും അറിയുന്നവർക്ക് പറഞ്ഞു, എനിക്ക് ഒട്ടും അറിയാത്തതില്ല ചെയ്യാം. നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തോണ്ടിരിക്കാം. ഞാൻ ഒത്തിരി ഡ്രാമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്യണില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തല്ലോ, മറ്റേ പട്ടാളം പുരുഷ നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫിനിഷ് ചെയ്യാം. ഈ ഐബ്രോ ഫില്ല് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതൂടെ ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് കണ്ടാ മതി. അയ്യോ, ഞാൻ ഫൗണ്ടേഷൻ എടുത്ത് എന്തായാലും കാണിച്ചു തരും. കാരണം വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളല്ലേ. അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ബ്രൈഡ് ആയതുകൊണ്ട് പോലും ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഒത്തിരി ഡ്രാമാറ്റിക് ആയിട്ട് കട്ടിക്കൊന്നും എഴുതണ്ടെന്നൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു കൺസേൺ കേട്ടോ. കളർ കറക്ഷനും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എലിയെക്കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എലിനെ കുറിച്ചാ? പെട്ടെന്ന് എൻ്റെ ഇഞ്ചുറീസ് ഉണ്ടല്ലോ ഹീൽ ചെയ്യും. അതായത് തനിയെ അങ്ങനെയല്ല, ലൈക്ക് ദ റേറ്റ് ഓഫ് ഹീലിംഗ് ഈസ് വെരി ഹൈ. ഇപ്പൊ എന്താ പറയാ, ഞാൻ സർജറി ഒക്കെ ചെയ്യാറുണ്ട് എലിക്ക്. അതായത് ഈ സ്ട്രോക്ക് ചെയ്യാറുണ്ടോ? ഈ നമുക്ക് മനുഷ്യന്റെ വരുന്ന സ്ട്രോക്ക് എലിയിൽ നിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എലിന്റെ സംഭവം കട്ട് ചെയ്തിട്ട് സ്വിച്ചിലിട്ട് വെക്കും. അപ്പം അങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് അതിനെ വീണ്ടും ഫ്ലോ അലോ ചെയ്യും. ഇത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതുള്ള സംഭവം. അത് അങ്ങനെ ഒരു മോഡലാണ്. അത് സ്ട്രോക്ക് മോഡൽ തന്നെയാണ്, എലിയിൽ ഉള്ള സ്ട്രോക്ക് മോഡൽ. അപ്പൊ അത് ചെയ്തിട്ട് അതിലെന്തൊക്കെ മാറ്റം വരും, ബ്രെയിൻ അതിനകത്ത് ബ്രെയിൻ എടുത്തിട്ട് പരീക്ഷണം. അപ്പൊ
അതാണ് നമ്മുടെ പണി. ഓഹോ കൊള്ളാലോ. ഞാൻ ചിക്കൻ ഈ പോർഷനിൽ ഞാൻ ഇടാൻ പോകുന്ന ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മളങ്ങനെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് അശ്വതിനെ കാണിച്ചു കേട്ടോ. എത്ര സ്കിൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് എടുത്തതെന്ന് നോക്കിക്കുക. അത്ര സിമ്പിളായിട്ടായിരുന്നു കവറപ്പ് ചെയ്തെടുത്തത്. നമ്മൾ ബേസ് ഇട്ടോ നോക്കിക്കേ, ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കണ്ണിൻ്റെ താഴെ അത് നമുക്ക് ഇനി കൺസീൽ ചെയ്യാനുള്ളതാണ്. അശ്വതിക്ക് ഒരുപാട് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ള കവറേജ് തന്നെ ആളുടെ മുഖത്ത് മതിയായിരുന്നു. ഒത്തിരി വലിയ പിഗ്മെൻറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും സ്കിൻ ഇഷ്യൂസോ ഒന്നും ഇല്ലാതെ നല്ലൊരു സ്കിന്നും ആയിരുന്നു. എനിക്കിപ്പോൾ 50 ഇയറാണ്. 5th ഇയർ ആണ്. 5 വർഷമായിട്ട് അപ്പം ഇതിൽ തന്നെ കഴിക്കാം. അങ്ങനെ ബേസും കോണ്ടോറിങ്ങും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബ്ലഷിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അശ്വതിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ധാരണയില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്താട്ടോ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്നില്ലല്ലോ ഓരോ ലെയറിനും. അതുകൊണ്ട് ഇതൊക്കെ സ്കിന്നിലോട്ട് അഡാപ്റ്റ് ആയിട്ട് വരാൻ ഒരു ടൈം എടുക്കും. അതുകൂടെ ഒന്ന് മനസ്സിൽ ഓർക്കണേ. ഓവറായി പോയല്ലോ നിർത്ത് ആദ്യം സങ്കടപ്പെടണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു തന്നതാ. കണ്ണൂർ ഭാഗത്ത് ജിമിക്ക് കാതില ആ കുട്ടിയുടെ ഇത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ വിട്ടു. ലെൻസ് വേണ്ട, ലാഷ് വേണ്ട, ഈ എനിക്ക് ജിമുക്ക വലുത് വേണ്ട. അങ്ങനെയായിരുന്നു മൊത്തത്തില്. ആള് ഹെയർ മാത്രാണ് ഓക്കെ നിങ്ങള് അങ്ങനെ ഇച്ചിരി ലൈൻസ് ഒക്കെ ഇട്ട് ചെയ്തോന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം അങ്ങനെ മതി എന്ന് പറഞ്ഞാളാ. അല്ല, എനിക്ക് കുറെ വർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഒരു വർക്ക് അത്. പിന്നെ മറ്റേ അനശ്വര രാജ, ആ കുട്ടിയുടെ ഡൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇങ്ങനെ ഭയങ്കര വൈറലായിരുന്നു. ആ കുട്ടീനെ ഇഷ്ടമായി. ആ കുട്ടീനെ പോലത്തെ സാരി തപ്പി ഞാൻ പോയിരുന്നു ജയലക്ഷ്മിയില്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഞാൻ അതുപോലെ ജയലക്ഷ്മിയാണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സാരീസ് ചെയ്തിട്ടുള്ളത്. ജയലക്ഷ്മി. പിന്നെ കോഴിക്കോട് ഭാഗത്ത് വരുമ്പോ കസവേന്ദ്രയിലും അത്യാവശ്യം നല്ല ചില ബ്രൈഡ്സിനെ ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിലും അവർ ഭയങ്കര കൺസേൺ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓവറാവോ, പോപ്പപ്പ് ചെയ്തിരിക്കുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് കൂടുതൽ അങ്ങനെയുള്ളത് കാണാറ് എൻഗേജ്മെൻ്റ് ഒക്കെ കൊളായിപ്പോയ ബ്രൈഡ്സിനാണ് കേട്ടോ. അങ്ങനെ ഒരാളായിരുന്നു അശ്വതി. ഒരുപാട് ഡാർക്ക് ആവണ്ട, പക്ഷെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ എന്താ പറയുക ലൈറ്റ് ഷെയ്ഡ്സ് ഒന്നും അത്ര സ്യൂട്ടാവുന്ന ടൈപ്പാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടു എന്ന് അറിയില്ല. കുറച്ച് പിഗ്മെൻ്റഡ് ലിപ്സ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടു എന്ന് അറിയേയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മീഡിയം സിനിമയുടെ കാര്യം പറയുന്നതെന്നാ ഒന്നും അറിയരുത്. ഞാൻ ഭയങ്കര ഗാന്ധിജിയുടെ ടൈപ്പാ. അല്ല, ഞാൻ ആവേശം കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് 4 വർഷം റിസർച്ചിന് മുഴങ്ങിയിരുന്നായിരുന്നു 3 വർഷം. അല്ല, എനിക്ക് പൊതുവെ മൂവീസ് അത്ര ഇഷ്ടമല്ല. കാരണം കുറെ സമയം പോകില്ലേ. ഓ കറക്റ്റ് 3 മണിക്കൂർ വേസ്റ്റ് എന്നാ. ഞാനൊക്കെയാണ് എന്നെ കൊല്ലാനിട്ടാലും ഒരു ഗ്യാപ്പിട്ട് ഞാൻ ശ്രമിക്കുമോ. ചില സാധനം നമുക്ക് എനർജി ഭയങ്കര ബൂസ്റ്റ് ചെയ്യത്തില്ലേ, ആ പറഞ്ഞ ഒന്നാണത്. എനിക്ക് പാട്ട് ഞാനിങ്ങനെ മിനിമൽ മേക്കപ്പ് ചെയ്യുന്നോണ്ടാണോ അങ്ങനത്തെ കൂടുതൽ ഇടുന്നോണ്ടാണോ വീഡിയോസിൽ അങ്ങനെ പറയുന്നോണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് വരുന്ന ബ്രൈഡ്സ് എന്നോട് കൂടുതൽ അത് തന്നെ ഡിമാൻഡ് ചെയ്യാം. ഭയങ്കര സ്കിൻ ബേസ്ഡ് ആയിട്ട് മതി, ആർക്കും പോപ്പപ്പ് ചെയ്യേണ്ടവരോ ഒന്നുമില്ല. അല്ല, ഞാൻ കുറെ പേരെ നോക്കി. അപ്പൊ എനിക്ക് ഇട്ടതിൽ വെച്ചിട്ട് ആൾക്കാരുടെ സ്കിന്നായിട്ട് കുറച്ചും കൂടെ അവരുടെ നാച്ചുറൽ ലുക്ക് കുറച്ചും കൂടെ എടുത്ത് കാണുന്ന രീതിയിൽ തോന്നുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തപ്പിപ്പിടിച്ച ഒരാളാണ്. ഓ എന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണല്ലേ. ഈ കവളിന്റെ തുടുപ്പ് നല്ല രസമുണ്ട്, അതുകൊണ്ട് നമുക്കത് ഇത്തിരി ഗ്ലോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചോ. നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഞാൻ കോണ്ടോർ ചെയ്തില്ല, കാരണം ഒട്ടിപ്പോകും മുഖം. വേണമെങ്കിൽ ഒരു പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല കേക്ക്. അങ്ങനെ അശ്വതിക്ക് നമ്മൾ ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്തിട്ട് വളരെ സെർട്ടിലായിട്ടുള്ള മേക്കപ്പ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ അശ്വതിയുടെ ഹെയർ അങ്ങനെ തന്നെ കേളി ആയതുകൊണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഒന്ന് കേളി ഡിഫൈൻ ആയി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ചുട്ടിക്കൊടുത്തു.
അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടല്ലോ. സോ ഇങ്ങനെ തന്നെ ടെമ്പിൾ ലുക്ക് പോവാന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പൊ എല്ലാം ഇങ്ങനെ ക്രിംപ് ചെയ്ത് ലൈൻ ചെയ്ത് അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബ്രൈഡ്സിന്റെ നാച്ചുറൽ ഹെയറിൽ അവർ ഭയങ്കര വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെയും ചെയ്യാലോ. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു ടെമ്പിൾ ലുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോവാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലുക്കിൽ ഞങ്ങൾ ഇങ്ങനെ കേളി ഹെയർ തന്നെ പോയിട്ടോ. എങ്ങനെയാണോ അശ്വതി ഡോൺ ഹെയർ ഉള്ളത് അങ്ങനെ. പിന്നെ കണ്ണ് എഴുതാനും ലാഷ് ഒട്ടിക്കാനും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ബാക്കി ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അശ്വതി പറഞ്ഞ പോലെ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൊട്ട് വെച്ചു, ഇയർ ചെയിൻ വെച്ചപ്പോൾ അശ്വതി പറഞ്ഞു അത് നമുക്ക് വെഡിങ് ലുക്കിന് നോക്കാം, മണ്ഡപം ലുക്കിന് നോക്കാമെന്ന്. ലിപ്സ്റ്റിക്ക് ഞങ്ങൾ 2-3 ഷെയ്ഡൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു മെറൂൺ ടച്ച് വരുന്ന ആ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് അവിടെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് ഒന്നും കൂടെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അശ്വതിയുടെ ഫസ്റ്റ് ലുക്ക് മൊത്തത്തിൽ ഒരു ഗ്ലാം ആൻഡ് വളരെ സർട്ടിൽ ഐ മേക്കപ്പ് മാത്രം ഇതിൽ ഫോക്കസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ലുക്കായിരുന്നു കേട്ടോ. ഈ സെറ്റ് കൊണ്ട് ധാവണിക്ക് അത് രസം ഉണ്ടായിരുന്നു. മുല്ലപ്പം മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, വെളുപ്പിന് 5 മണി ആയതുകൊണ്ട്. ഇഷ്ടപ്പെട്ട ടെമ്പിൾ ലുക്ക്? ഇഷ്ടേ. ഇങ്ങനെ അടുത്ത ലുക്കില് എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ചിട്ട് അടുത്ത ലുക്കിൽ കാണാം കേട്ടോ. എല്ലാ പ്ലാനും അടിപൊളിയായാലും എന്തെങ്കിലും ഒരു ഫോൾസ് വരുന്നത് പോലെ മുല്ലപ്പൂ കിട്ടാത്തത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവർ തരാമെന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് കിട്ടാത്തതാണ്. അമ്പലത്തിൽ ചെന്നിട്ട് അവർ ആഡ് ഓൺ ചെയ്തിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നേ. അവിടെ അശ്വതി കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ റൂമിൽ നിന്ന് ഒരുങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് പക്ഷെ അത് നടന്നില്ല. ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടൽ റൂമിലോട്ടേക്ക് തന്നെയാണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നോടാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു അല്ലേ? ചെക്കൻ എന്ത് പറഞ്ഞു പെണ്ണിനെ കണ്ടിട്ട്? ചെക്കന് കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആണോ? കണ്ണുള്ളായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ലുക്ക് നോക്കാം അല്ലേ? സെക്കൻഡ് ലുക്ക് നമുക്ക് ഇത്തിരി റഷ് ആയിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സാരി ഡ്രാപ്പിങ്ങിൻ്റെ ഓർണമെൻറ്റ് സെറ്റിങ്ങിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ അറേഞ്ച് ചെയ്ത ഹെയർ ഇതായിരുന്നു. എങ്ങനെയുണ്ടാ സെക്കൻഡ് ലുക്ക്? നന്നായിട്ടുണ്ട്, ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായിട്ടാണ്. രണ്ടാള്. താങ്ക് യു. എന്നാ പോയിക്കോട്ടോ. ബൈ. നമുക്ക് സെക്കൻഡ് ലുക്കിന് ഹെയർ അടക്കം ചേഞ്ച് ചെയ്യേണ്ട ഒരു 1 hour എടുക്കേണ്ട വന്നു കേട്ടോ. ഡബിൾ സൈഡ് ചുട്ടി അശ്വതിയുടെ ഒരു ആഗ്രഹത്തിൽ ഒന്നായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത്. മുഖത്തിന് സ്യൂട്ട് ആവുന്നും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടമായി എന്നുള്ളത് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അശ്വതിയുടെ ഫുൾ ലുക്ക് 2 ലുക്കും കണ്ടിട്ട് ഏതാ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. എനിക്കതുപോലെ അശ്വതിയുടെ ഓർണമെൻറ്റ്സും വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കറക്റ്റായിട്ട് ലെയറപ്പ് ചെയ്യാൻ പാകത്തിനായിരുന്നു അവരത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോഷൂട്ട് പുറത്ത് പുരോഗമിക്കുമ്പോൾ ഞങ്ങൾ അകത്ത് അശ്വതിയുടെ ചേച്ചിയുടെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1 hour ഇല്ലേ, അത് ഇവർ 2 പേർക്കും കൂടി ഇട്ടുള്ളതായിരുന്നേ. ബൈ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അറിയാം. ശരിക്കും ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിച്ചു, കുറേ പ്ലാനൊക്കെ ചേഞ്ച് ആയി, അതുകൊണ്ടാണ്. സോ സോറി. താങ്ക് യു സോ മച്ച്. അശ്വതിയുടെ ഫാമിലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ മഴയായിരുന്നു. ഇത് ജൂലൈ ആദ്യത്തേക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ അധികമാണല്ലോ, നമുക്കൊക്കെ പേടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീടുകളിലൊക്കെ സേഫായിട്ട് ഇരിക്കുക കേട്ടോ.